ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം തയ്യാറാക്കി വെച്ചേക്കുവാണ്. കണ്ടോ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് താലി അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്നും രാവിലെ ഇഡ്ഡലി, ദോശ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുക, അതിനെന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് രാവിലെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് എല്ലാം കൂടെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടോ, ഓരോന്നായിട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി. നമുക്ക് ആദ്യം വറക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് താലിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ പൊടി ഇഡ്ഡലി അതുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊടി ഉണ്ടാക്കണമല്ലോ, നമ്മുടെ ദോശപ്പൊടിയില്ലേ സാധാരണ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് പരിപ്പ്, ചെറുപയർ പരിപ്പ്, മുളക്, ഇത് മൂന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും കൂടെ അതിൻ്റെ കൂടെ ഇടണം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അതേപോലെ അതെല്ലാം വറുത്ത് കഴിഞ്ഞ് നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ വേണം. അപ്പം നമുക്ക് ആദ്യം ഇത് വറുത്ത് എടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ദോശപ്പൊടി ഉണ്ടാക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ്, പിന്നെ ചെറുപയർ പരിപ്പ്, മുളക്, അപ്പോൾ ഇത് മൂന്നും കൂടെ വറുത്തെടുക്കേണ്ടത്. ഉഴുന്നിട്ടു. ഇനി നമുക്ക് ചെറുപയറും മുളകും കൂടെ ഇടാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ, ഇതുവരെ ഇളക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് പരിപ്പും ചെറുപയർ പരിപ്പും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ട് വേണം. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇടാം കേട്ടോ. പിന്നെ തോമരപ്പരിപ്പ് ഉണ്ടെങ്കിൽ തോമരപ്പരിപ്പ് ഇടാം. ഞാനിപ്പോൾ തോമരപ്പരിപ്പൊന്നും ഇടുന്നില്ല. നമ്മുടെ ഉഴുന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. നല്ല മണം വരും ഉഴുന്ന് വെക്കുമ്പോൾ. ഈ കൂട്ടിയും കുറച്ചും കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. കണ്ടോ, ഒരു ബ്രൗൺ നിറമായില്ലേ? നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ഇടാം. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. ഈ നിറമാവണം. കണ്ടോ? ഇനി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി കുറച്ച് മതി, കാരണം മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ശകലം കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റിന് മാത്രം ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി. പിന്നെ കായപ്പൊടി ആവശ്യത്തിന്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ആ കുരുമുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തണുത്തിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് തണുക്കട്ടെ. കണ്ടോ, ചെറുപയറൊക്കെ മൂത്തു, ഉഴുന്നും മൂത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ദോശപ്പൊടിയുടെ ഇത് ഞാൻ വറുത്തതൊന്ന് തണുക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചേ. ഇനി നമുക്കൊരു സാധനം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് കണ്ടോ, ഇത് കുറച്ച് കപ്പലണ്ടിയാണ്. അതൊന്ന് ചൂടാവട്ടെ. വറക്കൊന്നും വേണ്ട, അതൊന്ന് ചൂടായാൽ മതി. അതിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. കണ്ടോ, കപ്പലണ്ടി ഞാൻ വറുത്തെടുത്തു, ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ കരിവേപ്പില, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ. അപ്പോൾ എന്തിനാണെന്നോ, ഇത് ചമ്മന്തി അരയ്ക്കാനാണേ. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. പിന്നെ നമ്മുടെ പൊടിക്ക് വേണ്ടി ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നൊക്കെ തണുത്തു. ഇത് പൊടിക്കണം, ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ, കപ്പലണ്ടി, കരിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചി, ഉപ്പ്, ഇത്രയും സാധനം കൂടെ അരച്ചെടുക്കണം. നമ്മളൊരു പ്രധാന കാര്യം മറന്നുപോയി കേട്ടോ, പച്ചമുളക്. അതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് അരയ്ക്കാൻ വേണ്ടി ഇട്ടപ്പോഴാണ് പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു. 2 എണ്ണം മതി, അല്ലേ വേണ്ട, ഒന്നുകൂടി ഇട്ടേക്കാം. എരിവ് ഇച്ചിരി കൂടുതൽ വേണമല്ലോ, ഇരുന്നോട്ടെ. 3 പച്ചമുളക് ഇട്ടു.
ഇനി ഇത് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് കടുക്, മുളക്, വെളിച്ചെണ്ണ, ഉഴുന്ന്, കരിവേപ്പില ഇത്രയും കൂട്ട് കടുക് വറുത്തിട്ട് ചമ്മന്തി ഒന്ന് ഒഴിച്ച് ഇളക്കി എടുക്കാം. ചമ്മന്തിക്ക് കടുക് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാം. ഉഴുന്നും കടുകും മുളകും എല്ലായിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് കഴിയുമ്പോൾ കരിവേപ്പിലയും കൂടെ ഇട്ട് ചമ്മന്തി അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഇങ്ങെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിന്ന് പൊടി ഇഡ്ഡലി ആദ്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, വേറെ 2-3 സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് താലി എന്നും ഇങ്ങനെ ഒരേ സാധനം തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഓരോ ദിവസമായിട്ട് ഓരോന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഇതെല്ലാം കൂടെ കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ ഉഴുന്ന് പരിപ്പെല്ലാം മൂത്തു. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി കണ്ടോ. നമ്മുടെ കപ്പലണ്ടിയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും കരിവേപ്പിലയും എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിനകത്തിട്ട് ഒന്ന് ചൂടാക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാൻ മതി, ഇത്രയും ചൂടായാൽ മതി. കണ്ടോ, അധികം വെള്ളമാക്കിയില്ല. നമുക്ക് ചമ്മന്തി മാറ്റി വെക്കാം. കരിവേപ്പില ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് കരിവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇട്ടേക്കാം. വീഡിയോ എടുപ്പും പാചകവും കൂടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങളൊക്കെ വിട്ടു പോകുന്നുണ്ടേ. എന്തായാലും പെട്ടെന്ന് പിന്നെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ സാധാരണ ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോഴാണ് അയ്യോ അതിട്ടില്ലല്ലോ ഇതിലിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ കരിവേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ച് മതി. ഇനി ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ദോശപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ചമ്മന്തിയുമായി ദോശപ്പൊടിയുമായി. ഇനി അടുത്ത് നമുക്ക് തക്കാളി ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി സവാള, തക്കാളി, ഒരു പച്ചമുളക്, ഒരു 2-3 ഉണക്കമുളക്, കരിവേപ്പില, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം, എന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക. അതിന് ഞാൻ തട്ടി വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് സവാള ഇടാം. സവാളയും തക്കാളിയും മുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴണ്ടിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി, പിന്നെ മുളക്, പച്ചമുളക്, കരിവേപ്പില, ഇത്രയും സാധനങ്ങളും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. എന്നിട്ട് ഉപ്പും ചേർത്ത് അരയ്ക്കണം. അപ്പോൾ തക്കാളി ചമ്മന്തി റെഡി. ഇച്ചിരി കുറച്ച് വെച്ചേക്കാം. നല്ലോണം വഴണ്ടൊന്ന് തണുക്കട്ടെ. അപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി ഞാൻ അരച്ചെടുത്തു കേട്ടോ. കണ്ടോ, വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കില്ലേ. വേണമെങ്കിൽ തക്കാളി അരയാൻ വേണ്ടി ഒരു ശകലം ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഐറ്റമായിട്ടുള്ള പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ ചെറിയ ഇഡ്ഡലികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ ചെറിയ ഇഡ്ഡലി തട്ടില്ലായിരുന്നത് കൊണ്ട് ഞാൻ വലിയ തട്ടിനകത്ത് കുറച്ച് മാവൊഴിച്ച് ചെറുതാക്കി ഇഡ്ഡലി എടുത്തു. അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ടി പൊടി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഈ ഇഡ്ഡലി ഒന്ന് കടുക് വറുത്തിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാ ഇഡ്ഡലി കണ്ടോ. ചെറിയ ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടാക്കിയെടുക്കാം. അപ്പം ഞാനതില്ലാത്തതുകൊണ്ട് പകരം ഇങ്ങനെ ചെയ്തു. ചീനിച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ മുളകിട്ടു. പിന്നെ കടുക് വറക്കണം. കടുക് ഇട്ടു, കരിവേപ്പില ഇട്ടു. പിന്നെ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലി ഇട്ട് കൊടുക്കാം.
ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം. നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ ദോശപ്പൊടി, ആ പൊടി ഇട്ട് കൊടുക്കണം. പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ടുകൊണ്ടാണ് ഈ കളറ് കേട്ടോ, അല്ലെങ്കിൽ നല്ല ചുമന്നിരിക്കണ്ട. ഇപ്പം നമ്മൾ ചെറുപയറും കൂടി ഇട്ടുകൊണ്ട് ഈ കളറിലിരിക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഇഡലിയുടെ എല്ലായിടത്തും പറ്റുന്ന പോലെ തേച്ച് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. ഇഡലിയുടെ എല്ലാ സൈഡിലും ഇത് ഈ ദോശപ്പൊടി പറ്റണം. കണ്ടോ, നമ്മൾ ആദ്യം ഒഴിച്ചപ്പോഴേ എണ്ണ കൂടുതൽ ഒഴിച്ചുകൊണ്ട് എല്ലായിടവും പറ്റി. ഇനി അങ്ങനെയല്ല, എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ആ ഇഡലിക്കകത്തോട്ട് ആ പൊടി ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിഭവമായിട്ടുള്ള പൊടി ഇഡലി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണേ. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ശകലം അരിപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം പച്ചമുളക്, സവാള അരിഞ്ഞത്, കരിവേപ്പില, ഇത്രയും കൂടിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വട ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പൊടി ഇഡലി പിന്നെ ഉഴുന്നുവട, ഈ 2 ഐറ്റമാണ് ഇപ്പോൾ ആയത്. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഇനി മസാല ദോശ, ഒണിയൻ ഉത്തപ്പം, നെയ് റോസ്റ്റ്, ഇത്രയും സാധനങ്ങളും കൂടെ ഇനി നമുക്ക് ആവാനുണ്ട്. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഥാലിയാണെന്ന് അല്ലേ. അപ്പോൾ അതിന് പൊടി ഇഡലി, വട, പിന്നെ ഇനി നെയ് റോസ്റ്റ് ഉണ്ടാക്കണം, മസാല ദോശ ഉണ്ടാക്കണം, ഒണിയൻ ഉത്തപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. വടക്കുള്ളത് കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരുപാട് വെള്ളം ആവാനും പാടില്ലല്ലോ. പിന്നെ ഇതിനെല്ലാം കൂടെ സാമ്പാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആയിട്ട് വേണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വിശന്നിരുന്നാലല്ലേ ഒരുപാട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ആയാലും കുഴപ്പമില്ല അല്ലേ. അപ്പം നമ്മുടെ വടയെല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ടെടുക്കാവേ. ഞാനൊരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. കുരുമുളക് അരന്ന് ഇടേണ്ടത്, കുരുമുളകിന് പകരം ഞാൻ ശകലം കുരുമുളക് പൊടി ഇട്ടു. നമുക്ക് വട ഇട്ടെടുക്കാം. കണ്ടോ, ഞാൻ വടയുടെ മാവ് ഈ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ വടയായിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ കയ്യെ കുറച്ച് വെളിച്ചെണ്ണ തൂത്തോണം. അപ്പോൾ ഇതിങ്ങനെ എടുത്തിടാൻ എളുപ്പമുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി. കയ്യിൽ ഞാൻ വെളിച്ചെണ്ണയും പുരട്ടി ഇനി എന്താ ഇങ്ങനെ എടുത്ത് ഒരു ഹോളിട്ട് ഓരോ വടയായിട്ട് ഇട്ടെടുക്കാം. ഇതിനകത്തൊരു 2 എണ്ണ ഇടാൻ പറ്റും. ചെറിയ പാത്രമായി പോയില്ലേ വെച്ചത്. ഒരുപാട് അളവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറിയ പാത്രം വെച്ചത്. 2 വട മതി. ഓക്കെ, നമുക്ക് അടുത്ത ട്രിപ്പിലിട്ടെടുക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അവിടെ ഒന്ന് നമുക്ക് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. ആഹാ, കണ്ടോ, തീ ഒന്ന് കൂട്ടിയും കുറച്ചും വെക്കണേ. അതിൻ്റെ മൂപ്പനുസരിച്ച് തീ കുറയ്ക്കണം, തീ കൂട്ടണം. ഒത്തിരി തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കും. കൂട്ടിയും കുറച്ചും കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 3-4 5 വരുള്ളൂ വട. അപ്പം ഞാൻ ഈ വടയെല്ലാം ഒന്ന് ഇട്ടെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉഴുന്നുവട റെഡിയായി കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ഉഴുന്നുവട. എന്നാൽ 2, 3, 4, 5 ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 5 കാണും. അപ്പോൾ ഉഴുന്നുവടയായി. ഇനി അടുത്തത്. അപ്പോൾ ഇനി നമ്മുടെ ദോശ സെക്ഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഉണിയൻ ഉത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ കല്ലിൽ സാധാരണ ദോശ വരാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തോ ഇത് തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കി
ഉണ്ടാക്കിയിട്ട് ഉള്ളി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് പരത്തുണ്ടല്ലോ, മാവിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. തട്ടിൽ കുട്ടി ദോശ. ഇപ്പം മസാല ദോശയുടെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതുകൂടെ ആയിട്ട് വേണം നമുക്ക് അതിലോട്ട് കിടക്കാൻ. ഈ ദോശയിലാകുമ്പോൾ ഒന്നുമില്ലല്ലോ, ഉള്ളി മസാലയൊന്നും പറ്റാത്തതുകൊണ്ട് ആദ്യം ഇതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തീയൊന്ന് കൂട്ടി വെച്ചു. നമുക്ക് മറിച്ചിടാം. നമ്മുടെ ദോശയായിട്ടുണ്ട്. ഇനി ഒരു 3-4 കൂടെ ഒഴിക്കട്ടെ. മാവെടുത്തു, ഒഴിച്ചു. നമ്മുടെ തട്ടിൽ കുട്ടി ദോശ റെഡിയായി കേട്ടോ. 4 ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒണിയൻ ഊത്തപ്പം ഉണ്ടാക്കാം. അതുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒഴിച്ച് അതിൻ്റെ പുറത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. കുറച്ച് മാവ് കൂടുതൽ ഒഴിക്കാം, വലുതായിട്ട് ഇതിനൊക്കെ. ഇത്രയും വലിപ്പത്തിന് ഒഴിച്ചു. ഇനി അതിൻ്റെ പുറത്തോട്ട് സവാള, കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. മല്ലിയില പക്ഷേ കിട്ടിയില്ല. തൽക്കാലം ഉള്ളത് കൊണ്ട് നമുക്ക് ഒപ്പിക്കാം. സവാള എല്ലായിടും ഇട്ട് കൊടുക്കണം. ഉണിയൻ ഊത്തപ്പം അല്ലേ, അപ്പം ഉണിയനല്ലേ കൂടുതൽ വേണ്ട. ഇനി പച്ചമുളക്, പിന്നെ കരിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് ഇഞ്ചി കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇഞ്ചി അങ്ങ് ഒഴിവാക്കണം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് വേവണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വേവണ്ടേ, അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ട് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോഴത്തേക്ക് ആ സവാള എല്ലാം വെന്ത് വരും. നമുക്കിനി ഇത് തിരിച്ചിടാം. ഉള്ളിയൊന്നും തെറിച്ച് പോവല്ലോ കേട്ടോ. തിരിച്ചിട്ടു. അപ്പം നമ്മുടെ ഒണിയൻ ഊത്തപ്പവും റെഡി. അപ്പം നമ്മുടെ ഒണിയൻ ഊത്തപ്പം നമുക്ക് എടുക്കാം. വെന്ത് കാണും. ആഹാ, അടിപൊളി. ഒരെണ്ണം കൂടെ ഒഴിച്ചെടുക്കാം. വീണ്ടും എണ്ണ തൂത്തു. ഒരെണ്ണം കൂടെ ഒഴിക്കാം. നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് വേറൊന്നും വെക്കണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇത് തന്നെ ഉണ്ടല്ലോ. സവാളയുടെ മണവും വടയുണ്ടാക്കിയതിൻ്റെ മണവും എല്ലാം കൂടെ ആകെ അടുക്കള രുചിയൊക്കെ പോകുകയാണ്. മൊത്തം കരിവേപ്പിലയും സവാളയെല്ലാം ഇട്ടേക്ക് അതിന് വെച്ചേക്കണ്ടല്ലോ. മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വേവട്ടെ. ദോശ തിരിച്ചിടാം. ഇതാ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു സവാളയുടെ. അങ്ങനെ നമ്മുടെ 2 ഒണിയൻ ഊത്തപ്പവും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതും അവിടെ മാറ്റി വെക്കാം. അടുത്തത് മസാല ദോശ. അപ്പം ഞാൻ നമ്മുടെ ദോശക്കല്ലിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്ക് മസാല ദോശയും നെയ് റോസ്റ്റും അതിനെ ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ അതിന് വലിയ കല്ല് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലുണ്ടാക്കാൻ പോവാം. ഇനി മസാല ദോശ ഉണ്ടാക്കാം. നമ്മുടെ മസാല ദോശയ്ക്കകത്തുള്ള മസാലക്കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കല്ല് ചൂടായി, നമുക്ക് ദോശ കഴിക്കാം. നല്ലോണം വലുതായിട്ട് പരത്താതിനാണ് ഇത് വെച്ചത്. നല്ലോണം പരന്ന് വരട്ടെ മസാല ദോശ. അങ്ങനെ നമ്മുടെ ഐറ്റങ്ങളൊക്കെ അവസാനിക്കാറായി കേട്ടോ. നമ്മൾ പൊടി ഇഡ്ഡലി ഉണ്ടാക്കി, പിന്നെ വട ഉണ്ടാക്കി, തട്ടുദോശ ഉണ്ടാക്കി, ഒണിയൻ ഊത്തപ്പം ഉണ്ടാക്കി. ഇനിയിപ്പം മസാല ദോശ നെയ് റോസ്റ്റും കൂടെ ആയാൽ നമുക്ക് കഴിക്കാം. സമയം ഇപ്പോൾ 9:30 മണിയായിട്ടുണ്ട്. ഇനി ഇതുകൂടെ ആക്കിയിട്ട് വേണം ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോഴത്തേക്ക് നല്ലപോലെ വിശക്കട്ടല്ലേ, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ. അതിൻ്റെ മുകളിൽ കുറച്ച് വെണ്ണ തൂത്ത് കൊടുക്കാം. എണ്ണയൊന്നും ഒരുപാട് ഒഴിക്കരുത്, ഇഷ്ടമല്ല. എന്നാലും കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂത്ത് കൊടുക്കണ്ടേ. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഉണ്ടാക്കണം ഒരു ദിവസം. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ നമുക്ക് വീഡിയോയും എടുക്കാം. ഞാനിതിലോട്ട് മസാല കൂട്ട് വെച്ച് കൊടുക്കുവാണേ. നല്ല മണമുണ്ട്. ഇനി ഇത് മടക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശയും റെഡി. ഞാനിങ്ങനെ 2 സൈഡും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കും. നമുക്ക് മസാല ദോശ റെഡിയായി. അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരെണ്ണം കൂടി ഒഴിക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ മസാല ദോശ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, കറി മുഴുവൻ അങ്ങ് വെച്ചു. ഇനി വെച്ചേക്കണ്ടല്ലോ. ആഹാ, നല്ലതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചും കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നറിയത്തില്ല കേട്ടോ. ഞാൻ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മസാല ദോശയും റെഡി. ഇനി അടുത്ത് നെയ് റോസ്റ്റ്. അതുകൂടെ കഴിഞ്ഞു. നമ്മുടെ എല്ലാ ഐറ്റവും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ് റോസ്റ്റും റെഡിയായി. നെയ് റോസ്റ്റെന്നോ പേപ്പർ റോസ്റ്റെന്നോ ഒക്കെ പറയാതെ വേണ്ട, നല്ലോണം അങ്ങ് മുരിഞ്ഞു. അങ്ങനെ നെയ് റോസ്റ്റും റെഡി. അതിനെയും കൂടെ മാറ്റാം. കഴിഞ്ഞു. അപ്പോൾ ഗൈസ് 10 മണിയായി. ഇപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. നമ്മുടെ ഇഡ്ഡലി, ഇത് പൊടി ഇഡ്ഡലി, മസാല ദോശ, തട്ടിൽ കുട്ടി ദോശ, വട, നെയ് റോസ്റ്റ്, ഒണിയൻ ഊത്തപ്പം. ഇത്രയാണ് കഴിക്കാനുള്ളത്. അതിൻ്റെ കറികൾ സാമ്പാർ, തക്കാളി ചമ്മന്തി, വെള്ളച്ചമ്മന്തി, പിന്നെ വേണമെങ്കിൽ ദോശപ്പൊടി. അപ്പോൾ ഇനി നമുക്കിതെല്ലാം വിളമ്പി കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി ഇത് വിളമ്പാം. ഉള്ളിദോശ, നെയ് റോസ്റ്റ്, നമ്മുടെ പൊടി ഇഡ്ഡലി, പിന്നെ ഉഴുന്നുവട. ഉഴുന്നുവട ഈ സൈഡിൽ ഇരിക്കട്ടെ. നമ്മുടെ തട്ടിൽ കുട്ടി ദോശ അത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ
മസാല ദോശ, ഇഡ്ഡലി. ഇത്രയായി. ഇനി കറികൾ. തക്കാളി ചമ്മന്തി, ഇത് നമ്മുടെ വെള്ളച്ചമ്മന്തി, പിന്നെ സാമ്പാർ. പിന്നെ കഴിക്കാം. പിന്നെ ഇതിന് ഞാൻ എവിടെ നിന്ന് തുടങ്ങും? പൊടി ഇഡ്ഡലിയും തുടങ്ങാം. പൊടി ഇഡ്ഡലി ഇങ്ങനെ മുറിച്ച് ചമ്മന്തിയിൽ മുക്കി കൊള്ളാം. പൊടി ഇഡ്ഡലി കൊള്ളാം. ഇനി അടുത്ത എന്താ? ഒണിയൻ ഊത്തപ്പം ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. അപ്പം ഞാൻ തന്നെ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് അവന് കൊടുത്തിട്ട് അവനോട് ചോദിക്കാം. ഇനി യുദ്ധം തുടങ്ങട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒരു ഇലയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. കഴിച്ചു നോക്കിയടാ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. അവന് ഉണ്ണിയനൂത്തപ്പം ആദ്യം കഴിച്ചത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിന്നെടുത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് താലി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് താലി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.